മോളെ എവിടെ? ഇന്ന് എക്സാം നേരത്തെ തീർന്നുകൊണ്ട് മോളെ സ്കൂളിൽ നിന്ന് താൻ വിളിച്ചോളാന്നല്ലേ പറഞ്ഞേ? അതെ, പക്ഷേ എനിക്ക് താനെന്താ മോളെ കൂട്ടാൻ സ്കൂളിൽ പോയില്ലേ? അതെ പോയി, ഞാൻ സ്കൂളിൽ പോയിട്ടാ വരുന്നത്. എന്നിട്ട് മോളെവിടെ? ഓ, അവള് പിന്നാലെ സ്കൂൾ ബസ്സിലാ വരുന്നേ? അതോ ഇനി അവള് മുറ്റത്ത് ഞാൻ നിൽപ്പുണ്ടോ? ഇല്ല, ഞാൻ അവളെ കണ്ടില്ല. കണ്ടില്ലെന്നോ? ഞാൻ അവളെ വിളിക്കാൻ സ്കൂളിൽ ചെന്നപ്പോഴേക്കും അവളൊരു ഫ്രണ്ടിന്റെ കൂടെ അവളുടെ വീട്ടിലേക്ക് പോയി. താൻ എന്തൊക്കെയാണ് പറയുന്നേ? നമ്മളോട് പറയാതെ അവള് ഫ്രണ്ടിന്റെ വീട്ടിൽ പോയെന്നോ? ആ, ഇതാ വളർത്തുദോഷം എന്ന് പറയുന്നത്. സ്കൂള് വിട്ട സ്വന്തം വീട്ടിൽ വരേണ്ടതിനു പകരം കൂട്ടുകാരുടെ വീട് തോറും ഇറങ്ങി നടക്കുന്നത് അത്ര നല്ല ശീലമല്ല. എന്തായാലും ഇവളോട് പറയാതെ അവള് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. ഇവള് തന്നെ പറഞ്ഞു വിട്ടതായിരിക്കും. അമ്മ ഇങ്ങനെ എരുതിയിൽ എണ്ണ കോരി ഒഴിക്കല്ലേ. എന്താ സംഭവിച്ചതെന്ന് ഞാൻ സമൃദ്ധിയോട് ചോദിച്ചോണ്ടിരിക്കുകയല്ലേ. എടോ, ശരിക്കും എന്താ ഉണ്ടായത്? ഞാനൊന്നും അറിഞ്ഞില്ല. ഫ്രണ്ടിന്റെ കൂടെ പോകുന്ന കാര്യം മോൾ എന്നോട് പറഞ്ഞതുമില്ല. പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ സമ്മതിക്കുമെന്ന് ഗോകുലിന് തോന്നുന്നുണ്ടോ? എന്താ സംശയം? നീ അവള് പറയുന്ന എല്ലാ താളത്തിനും തുള്ളും. നിന്നെ അവൾക്ക് കാൽ കാശിന് വിലയില്ല. എന്റെ അമ്മ, കുട്ടികളാകുമ്പോ അങ്ങനെയൊക്കെയാ. ചിലപ്പോ ഫ്രണ്ട്സിന്റെ വീട്ടിലേക്ക് ഒന്ന് പോയെന്നിരിക്കും. അതിന് സമൃദ്ധിയെ വിഷമിപ്പിച്ചിട്ട് എന്ത് കാര്യം? ഞാൻ അവളെ പോയി വിളിച്ചോണ്ട് വരാം. മോൾ ഏത് ഫ്രണ്ടിന്റെ വീട്ടിലാ പോയത്? അതൊന്നും എനിക്കറിയില്ലേ. അത് പിന്നെ മോള് പോയത് ആ, മോള് വന്നെന്ന് തോന്നുന്നു. ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? എന്തൊക്കെ കഴിച്ചു? അടിപൊളിയായിരുന്നു അമ്മേ. ഫ്രണ്ട്സും ആന്റിമാരും അമ്മുമ്മയും അങ്കിളും എല്ലാരും കൂടെ നല്ല സൂപ്പറായിരുന്നു. ഒരുപാട് സ്നാക്സും സ്വീറ്റ്സും ഒക്കെ തന്നു. അതൊക്കെ ഇരിക്കട്ടെ. മോൾ ഏത് ഫ്രണ്ടിന്റെ വീട്ടിലാ പോയത്? ഇന്ദുവിന്റെ അമ്മുവിന്റെ വീട്ടില്. അതാ സച്ചിയുടെ വീട്ടിലെ പിള്ളേരല്ലേ? അതെ, അങ്കിളും കൂടെ നിർബന്ധിച്ചിട്ടാ ഞാൻ അങ്ങോട്ട് പോയത്. അവിടെ പോയി സ്നാക്സ് ഒക്കെ കഴിച്ച് എന്നെ ഇപ്പൊ കൊണ്ടുവിട്ടിട്ട് അങ്കിൾ പോയത്. എന്തിനാ മോളെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ആരെങ്കിലും നിർബന്ധിച്ച് വിളിച്ചാ എന്തിനാ അവരുടെ കൂടെ പോകുന്നേ? എത്ര ഫ്രണ്ട്സ് ആയാലും മേലിൽ ഇത് ആവർത്തിക്കരുത്, മനസ്സിലായോ? അതിന് ഞാൻ അമ്മുവിന്റെ ഇന്ദുവിന്റെ സച്ചങ്ങളുടെ കൂടെ അല്ലേ പോയത്? അവര് നിന്റെ ആരാ? നിന്റെ ബന്ധുക്കളൊന്നും അല്ലല്ലോ അവരുടെ കൂടെ പോകാൻ. അവനാണെങ്കിൽ മുഴുത്ത ഭ്രാന്ത. എപ്പോഴും ആരോടാ വഴക്കുണ്ടാക്കുന്നതെന്ന് ഒരു നിശ്ചയമില്ല. അങ്ങനെയുള്ള ഒരുത്തനും ആ പിള്ളേരും കൂടി വിളിച്ചപ്പോ നീ എന്തിനാ എടുത്ത് ചാടി പോയത്? അഹങ്കാരി, നിന്നെ ഞാൻ ഇന്ന് ചോദിക്കാനും പറയാനും ആരുമില്ല നിനക്ക്. ചെവി ഞാനിന്ന് പൊന്നാക്കുന്നുണ്ട്. ഒരു പേടിയില്ലാതെ എവിടേക്ക് പോയിരിക്കുക. പോവോ നീ അങ്ങനെ? പെൺകുട്ടികളായ നല്ല അടക്കം ഒതുക്കം വേണം. സ്കൂൾ വിട്ടാലേ നേരെ വീട്ടിലേക്ക് വരണം. ഇവൾക്ക് പോകാൻ വേറെ ഒരു സ്ഥലവും കണ്ടില്ല. ഇനിയോ പ്രാന്തന്റെ പേര് ഇവിടെ മിണ്ടിയാലുണ്ടല്ലോ അടിച്ചു ഞാൻ. നീ ഇങ്ങനെ ഇവൾക്ക് എല്ലാത്തിനും വളം വെച്ച് കൊടുക്കരുത്. എന്താ എന്താ ഇവിടെ പ്രശ്നം? എന്തിനാ എല്ലാരും മോളോട് ദേഷ്യപ്പെടുന്നത്? വൈകുന്നേരം സ്കൂള് വിട്ടപ്പോ ആരോട് പറയാതെ ഇവള് കൂട്ടുകാരുടെ കൂടെ ആ സച്ചിയുടെ വീട്ടിൽ പോയിരിക്കുന്നു. ഇതാണോ ഇത്ര വലിയ കാര്യം? ആ ഫ്രണ്ട്സിന്റെ കൂടെ ആ വീട്ടിലൊന്ന് പോയെന്ന് പറഞ്ഞ് ഇത്രയും വഴക്കുറയേണ്ട കാര്യമുണ്ടോ?
മോള് കരയണ്ട, വാ. എനിക്ക് അവന്തിയെ സഹായിക്കാൻ കഴിയില്ല എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതല്ലേ. എന്നാലും തീരുമാനത്തിന് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടോന്ന് അറിയാലോ. അവന്തിയെ സഹായിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ള പക്വതയുള്ളവരാണ് നമ്മൾ. തുറന്ന് സംസാരിക്കുന്നതിൽ തെറ്റില്ല എന്ന് തോന്നിയതുകൊണ്ട് പറയാ, വക്കീൽ ഒരു കേസിൽ പ്രതീക്ഷിക്കുന്നതിന്റെ 4 ഇരട്ടി പണം ഇതിലുണ്ട്. ഗോകുലിന്റെ മനസ്സിൽ എന്നോട് പരിഹാസമാണെന്നറിയാം. ഗോകുൽ എത്ര പണം ആവശ്യപ്പെട്ടാലും ഞാനത് തരാം. ദയവേത് ഗോകുൽ ഈ കേസിൽ നിന്ന് പിന്മാറണം. പണം കൊണ്ട് വിലയ്ക്ക് വാങ്ങാൻ കഴിയുന്നതാണ് കൺമുന്നിൽ കാണുന്നതെല്ലാമെന്ന് അവന്തി വിചാരിക്കരുത്. പണം കൊടുത്താൽ വിലയ്ക്ക് വാങ്ങാൻ പറ്റുന്ന അഡ്വക്കേറ്റ്മാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ എന്നെ ആ കൂട്ടത്തിൽ പെടുത്തരുതെന്ന് നിങ്ങളോട് മുൻപ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എന്റെ മുന്നിൽ മറ്റു വഴികളില്ല ഗോകുൽ. നിങ്ങൾ ഈ കേസ് വാദിച്ചാൽ ഞാൻ തോൽക്കും. എന്റെ തകർച്ച പൂർണ്ണമാകും. അതോ ഞാൻ തകർന്ന് തരിപ്പണമാവുന്നത് കാണാനാണോ ഗോകുലിന് ഇഷ്ടം? വ്യക്തിപരമായ ആരുടെയെങ്കിലും ജയമോ തോൽവിയോ എന്റെ പ്രശ്നമല്ല.